നമസ്കാരം. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയെ ഇഷ്ടമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല. കാരണം അത്രത്തോളം സ്വാധീനം ഇന്ന് നയൻതാരയ്ക്കുണ്ട്. എന്നാൽ അതുപോലെ തന്നെ കരിയറിൽ തുടരെ വിവാദങ്ങളിലാണ് നടി. മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയ താരത്തിന്റെ വളർച്ചയ്ക്ക് സാക്ഷികൾ എന്ന നിലയിൽ ആരാധകർ നൽകിയ പദവിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിളിപ്പേര്. എന്നാൽ അടുത്തിടെ ഇനി മുതൽ തന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് നടി രംഗത്തെത്തിയിരുന്നു. ലേഡി സൂപ്പർ സ്റ്റാർ എന്നത് വിലപ്പെട്ട ഒരു പദവിയാണെന്നും എന്നാൽ നയൻതാര എന്ന പേരാണ് എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതെന്നും നയൻതാര അഭിപ്രായപ്പെട്ടിരുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നതാണ്. എന്നാൽ ഇപ്പോൾ കടുത്ത സൈബർ ആക്രമണം താരത്തിന് നേരെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നയൻതാരയുടെ പുതിയ പ്രോജക്റ്റ് മൂക്കുത്തി അമ്മൻ 2 സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങൾ വന്നു. നയൻതാരയും സംവിധായകൻ സുന്ദർ സിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നെന്നും സംസാരമുണ്ടായി. നയൻതാരയ്ക്ക് പകരം തമന്ന ഭാട്ടിയെ നായികയാക്കിയേക്കുമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി. തമന്ന നായികയാകുമെന്ന അഭ്യൂഹം വന്നെങ്കിലും എന്നാൽ അത് സത്യമല്ലെന്ന് ബിസ്മി പറയുന്നു. നയൻതാര തന്നെയാണ് നായിക. നയൻതാരയ്ക്ക് തമിഴ് സിനിമാ ലോകം കൊടുത്ത സിംഹാസനം അവർ ദുരുപയോഗം ചെയ്യുന്നു. 10 കോടിയും 15 കോടിയും കൊടുത്ത് അഭിനയിപ്പിക്കുന്ന നിർമ്മാതാക്കളെ കുറിച്ച് ഒരു ദിവസം പോലും ചിന്തിക്കുന്നില്ല. കഥ കേട്ട് സിനിമ ചെയ്യാൻ തയ്യാറായി ഷൂട്ടിങ്ങിനെത്തുമ്പോൾ അഹംഭാവം കാണിക്കുന്നു. ഇങ്ങനെ അഭിനയിക്കില്ല, അങ്ങനെ അഭിനയിക്കില്ല എന്നൊക്കെ പറയുന്നു. മുക്കുത്തി അമ്മൻ 2 ഭക്തി സിനിമയാണ്. മോശം കോസ്റ്റ്യൂം എന്തായാലും കൊടുക്കില്ല. സുന്ദർ സി അങ്ങനെയൊരു സംവിധായകനല്ല. ഒരു കോസ്റ്റ്യൂം കൊടുത്തപ്പോൾ ഈ കോസ്റ്റ്യൂമിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു. അത് സംവിധായകനോടാണ് പറയേണ്ടത്. എന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടറെ വേലക്കാരനെ പോലെ കണ്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഈ പ്രശ്നം കാരണം അസിസ്റ്റന്റ് ഡയറക്ടർ ഈ സിനിമയെ വേണ്ടെന്ന് പറഞ്ഞു പോയി. പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. പൊള്ളാച്ചിക്ക് വരാൻ പറ്റില്ല, എനിക്ക് കുട്ടികളുണ്ടെന്ന് നയൻതാര പറഞ്ഞു. ഇപ്പോൾ ചെന്നൈക്ക് അടുത്താണ് ഷൂട്ടിംഗ്. ഇനിയും ഇങ്ങനെയാണെങ്കിൽ നയൻതാരയെ മാറ്റാൻ പോലും സാധ്യതയുണ്ട്. സുന്ദർ സി നേരത്തെ തമന്നയെ വെച്ച് സിനിമ ചെയ്തതാണ്. സുന്ദർ സി വളരെ ഫ്രണ്ട്ലി ആയ ഡയറക്ടറാണ്. ആരോടും പരിധി വിട്ട് സംസാരിക്കില്ല. അടുത്തിടെ ചെയ്ത ഒരു സിനിമ കൊടൈക്കനാൽ നടക്കുന്ന കഥയാണ്. എന്നാൽ അത്രയും ദൂരം വരാനാകില്ല, 2 കുട്ടികളുണ്ടെന്ന് നയൻതാര പറഞ്ഞു. ആ ഏരിയയുടെ സെറ്റ് ചെന്നൈയിൽ തയ്യാറാക്കി. എന്നിട്ടാണ് നയൻതാര അഭിനയിച്ചതെന്ന് ബിസ്മി പറയുന്നു. കൊടൈക്കനാലിൽ പോയി അഭിനയിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പണം വാങ്ങിയതെന്നും ബിസ്മി ചോദിക്കുന്നുണ്ട്. അതേസമയം ഈ ആരോപണങ്ങൾക്ക് നയൻതാര ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. താരത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്ന ഫിലിം ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് ബിസ്മി എന്നതും ശ്രദ്ധേയമാണ്. എന്തൊക്കെയായാലും ഇനിയും ഈ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരാനുണ്ട്.